ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ സെപ്റ്റംബർ മാസത്തെ പ്ലാനറാണ് ആക്കാൻ പോകുന്നത് 2024. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ മാസത്തിലാണ് ഓണമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഓണം തീമിലാണ് ഞാൻ ഈ പ്രാവശ്യത്തെ പ്ലാനറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പ്രാവശ്യം എൻ്റെ കൂടെ പാർവതി ഇല്ല കേട്ടോ പ്ലാനർ ചെയ്യാൻ. അവൾക്ക് കുറച്ച് എക്സാമൊക്കെ അടുത്തുകൊണ്ട് അവൾക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഇത് പറ്റത്തില്ലാതായി. അവൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആദ്യത്തെ തീം പേജിൽ ഞാനൊരു ഓണപ്പൂക്കളം പോലെ ഒരു ഈസി ആയിട്ട് ഞാൻ വെറുതെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് ഒരു പുതിയൊരു ബുക്ക് എടുത്തു, പേപ്പർ ഗ്രിഡിൻ്റെ. പക്ഷെ ഞാൻ വിചാരിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള ബുക്കായിരിക്കും. പക്ഷേ ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. എനിക്ക് ആ പേപ്പറേ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജെൽ പെൻ വെച്ച് വരെ ചെയ്തത് പോലും ശരിയായിട്ടില്ലായിരുന്നു. അപ്പുറത്തോട്ട് പടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഈ ബുക്ക് വെച്ച് ഞാൻ വേറെ ഇത് ഇങ്ങനെ വെച്ചാണ് ചെയ്യുന്നത്. ജെൽ പെൻ വെച്ച് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അത് മഷി പടർന്നിട്ടുള്ള ആ പേജ് ഞാൻ വിട്ടിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഓണപ്പൂക്കളത്തിൻ്റെ അകത്തായിട്ട് ഞാൻ സെപ്റ്റംബറിന് കൊടുക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഓറഞ്ച് കളറും കൂടെ കൊടുത്തിട്ട് ഞാൻ ആ സൈഡിലായിട്ട് കുറച്ച് പൂക്കളും കൂടി വരച്ച് കൊടുക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ എൻ്റെ സിൽവർ ബ്രഷ് പെൻ വെച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിരിക്കുന്ന ആ സ്ഥലത്ത് ഞാൻ ഒരു ക്രോസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നിർബന്ധമൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ കലണ്ടർ പേജ് ഇവിടെ ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അവിടെ മേളിൽ എനിക്ക് സെപ്റ്റംബർ എന്നും കൂടി എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സെപ്റ്റംബറിന് കൊടുത്തിട്ട് ബ്രഷ് പെൻ വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പുറത്തോട്ട് പടരുന്നുണ്ട് അധികം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കളർ പെൻസിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന്. അപ്പം ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഡൂഡിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി. നമ്മൾ അടുത്ത പേജിലോട്ടും കൂടി ഞാൻ വരച്ചതിൻ്റെ അടുത്ത പേജിലും കൂടി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഈ പേജിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഡോട്ടുകളൊന്നും അപ്പുറത്തോട്ട് ഇങ്ങനെ വരില്ല. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രഷ് പെൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. കളർ പെൻസിലോ ക്രയോൺസോ എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ബ്രഷ് പെൻ തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈൻ ഇല്ലാത്ത ബുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ലൈൻ ഉള്ളതോ വലുതോ നിങ്ങൾക്ക് കോളേജ് ബുക്ക് വേണമെങ്കിലോ ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പൂ പോലെയാണ് ഞാൻ വരച്ച് പോയത്. പൂക്കളം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരുവിധം പൂ പോലെയൊക്കെ ആയിപ്പോയി. എന്തായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഗ്രീൻ ആയിട്ടുള്ള ഈ ബ്രഷ് പെൻ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പൂക്കൾ വരയ്ക്കുന്ന രീതിക്കാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓറഞ്ച് ലീഫാണ് തന്നെ ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ലൊരു പൂവായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻ്റെ തീം പേജ് ഒരുവിധം തീരാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ തീം പേജ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ വരയ്ക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ ഇവിടുത്തെ മൂഡ് ട്രാക്കർ പേജ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓണപ്പൂക്കളം തന്നെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങളുടേതായ രീതിക്കൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പുറത്തും കൂടി ഞാൻ കുറച്ചുകൂടി ഡിസൈനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട് പടരാതിരിക്കാൻ വേണ്ടി. നന്നായിട്ട് വെക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ പേജിലേക്കൊക്കെ പടരും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സേഫ്റ്റിക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 പേപ്പറും കൂടി വെക്കാം. ഞാനിവിടെ ഒരെണ്ണം വയ്ക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ താഴെയായിട്ട് ഇങ്ങനെ നമ്മുടെ ബ്രഷ് പെൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ താഴെ ഞാനൊരു ഗ്രാസ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് പെൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കളർ പെൻസിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഡൂഡിൽ ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടും. എനിക്കിവിടെ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയാണ് ഞാനിവിടെ ബ്രഷ് പെൻ വെച്ചത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പാർവതി എപ്പോഴും വരാറുണ്ടായിരുന്നല്ലോ, ഈ പ്രാവശ്യം എന്താ വരാത്തതെന്ന്. കാരണം അവൾക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ കുറേ റിവിഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അവൾ വരാതിരുന്നത്. ആനിക്കും അതേപോലെ തന്നെയാണ്. ആനി ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടി. അവൾക്ക് വേറെ കുറച്ച് അഡീഷണൽ സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് കുറേ ഉണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്ലാനർ ഞാൻ ഈ മെയിൽ കാണിച്ചിരിക്കുന്ന ഈ ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്ലാനർ അടുത്ത മാസത്തെ പ്ലാനർ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ താഴെയുള്ള ഗ്രാസ് പോലെ പൂക്കളൊക്കെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡ് കളർ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഹാപ്പി, പിന്നെ ഓറഞ്ച് സാഡ്, യെല്ലോ ആംഗ്രി, പിന്നെ ഗ്രീൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് ബോറിങ്, പിന്നെ ഡാർക്ക് ഗ്രീൻ കൊടുക്കാൻ പോകുന്നത് ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് പിങ്ക് എന്നുള്ളത് ഞാൻ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഒരു പുതിയൊരു ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഒരു പുതിയൊരു മൂഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പേജിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വരച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത പേജിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഹാബിറ്റ് ട്രാക്കറും പിന്നെ വീക്ക്ലി പ്ലാനറുമാണ് കേട്ടോ. അപ്പോൾ മേളിലായിട്ട് ഞാൻ ഹാബിറ്റ് ട്രാക്കർ വരച്ചിട്ട് ബ്രഷ് പെൻ വെച്ചിട്ടൊന്ന് വെറുതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പേപ്പർ വയ്ക്കാൻ വേണ്ടി മറന്നുപോയി. ഇപ്പോൾ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ അവിടെ നിന്ന് വന്നു, നല്ല പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതേപോലെ വര വയ്ക്കുന്നുണ്ട്. 5 മോഡ്സ് അല്ല 5 ഹാബിറ്റ്സ് ഞാൻ എഴുതാൻ വേണ്ടിയുള്ള ഹാബിറ്റ് ട്രാക്കറാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ 5 എണ്ണം കൊടുക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ജേർണലിങ്ങും പിന്നെ സ്റ്റഡി ഇൻ ദി മോർണിംഗ് എന്നുള്ള ഹാബിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും അധികമൊക്കെ കോളംസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ഹാബിറ്റ് ട്രാക്കർ എന്ന് എഴുതിയിട്ടുള്ളതിനകത്ത് ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളർ വെച്ചൊന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇവിടെ ആക്കാൻ പോകുന്നത് വീക്ക്ലി പ്ലാനർ പേജാണ്. വീക്ക്ലി പ്ലാനറിൽ ഞാൻ ഇവിടെ വീക്ക്ലി പ്ലാനറിന് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് സൈഡിൽ ഞാൻ മൂഡ് ട്രാക്കർ പേജിൽ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഗ്രാസ് ആക്കുന്നുണ്ട് കേട്ടോ. അതിനു മുന്നേ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 7 കോളംസ് ആണ്. 7 കോളംസിൽ പക്ഷേ 8 കോളം ഉണ്ട്. 8ാമത്തെ കോളത്തിലെ ലാസ്റ്റ് കോളത്തിൽ ഞാൻ ഈ മാസത്തെ വെക്കേഷനിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആക്കാൻ പോകുന്നതെന്നാണ് കേട്ടോ ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ വീക്സിൻ്റെ പേര് എഴുതുന്നുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ. പിന്നെ ഞാൻ ഇവിടെ വീക്ക്ലി പ്ലാനറിൻ്റെ ഈ സൈഡിൽ കുറച്ച് സ്ഥലമുള്ള അവിടെയായിട്ട് ഞാൻ മൂഡ് ട്രാക്കർ പേജിൽ ചെയ്ത പോലെ തന്നെ ഞാനൊന്ന് ഗ്രാസ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി മുതൽ വരും ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ജേർണലിംഗ് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ജേർണലിൻ്റെ വീഡിയോസ് ഞാൻ ഇനി മുതൽ ചില ദിവസങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ സ്ഥിരം അങ്ങനെ ജേർണലിംഗ് ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എനിക്ക് വിഷമം വരുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വരുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ജേർണലിംഗ് ചെയ്യുന്ന വീഡിയോസും കൂടി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അടുത്ത ഞാനിവിടെ ലാസ്റ്റായിട്ട് കലണ്ടർ പേജിൻ്റെ മുകളിലായിട്ട് സെപ്റ്റംബർ എന്ന് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സൈനും കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. സൈൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഫോർ ഫൺ ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതൊന്ന് റിവൈൽ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാം. ബൈ.